ഓക്കെ, സ്ക്രീനും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരെ എത്തിയത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഭാഗം കൃത്യമായിട്ട് നോക്കുക. ഈ രണ്ട് ഹ്യൂമിഡിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള വളരെയധികം സാധ്യതയുള്ളതുകൊണ്ട് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ ഗ്രാഫ് എടുത്തോളുക. ഗ്രാഫ് എടുത്തിട്ട് നോക്കുക, റൈറ്റ് സൈഡിലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിന്റെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അന്നേരം തന്നെ എഴുതിക്കോളാം, കിലോഗ്രാം ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് മാസ് ഓഫ് എന്തോ ഒരു സാധനം ഡിവൈഡ് ബൈ മാസ് ഓഫ് വേറൊരു സാധനമാണ്. അതുകൊണ്ടാണ് കിലോഗ്രാം പെർ കിലോഗ്രാം എന്ന് വന്നത്. അപ്പൊ എന്തൊക്കെ തമ്മിലുള്ള മാസാണ്? മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. കാരണം ഡ്രൈ എയറിന്റെ താഴത്ത് തന്നിട്ടുണ്ട് കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അപ്പം മുകളിൽ എന്തായാലും വരേണ്ടത് മാസ് ഓഫ് വേപ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ നമ്മൾ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് അവിടെ ഓർത്ത് വെക്കുക. സാച്ചുറേഷൻ പ്രഷർ എന്നുള്ളത്, അല്ലെ സാച്ചുറേഷൻ എന്നുള്ള ഒരു വാക്ക് അവിടെ ഓർത്ത് വെക്കുക. അപ്പൊ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, അല്ലെങ്കിൽ പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതാണ് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേപ്പർ ഡെൻസിറ്റി. അത് നിങ്ങളെ ഗ്രാഫിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പം വെറുതെ ഇതിൻ്റെ അകത്ത് ചോദിക്കുക മാത്രമേ ഉള്ളൂ, ഡിഫൈൻ വേപ്പർ ഡെൻസിറ്റി എന്നൊക്കെ. അപ്പൊ നമുക്ക് വേപ്പർ ഡെൻസിറ്റിയിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് വേപ്പർ വന്നില്ല, വേപ്പർ ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്ക് എന്താണെന്ന് അറിയാം. ഡെൻസിറ്റി എന്ന് വെച്ചാൽ റോ ആണ്. വേപ്പറിന്റെ ഡെൻസിറ്റി ആയതുകൊണ്ട് റോ വി എന്ന് എഴുതി, സിമ്പിളാണ്. ഇങ്ങനെ വേണം പഠിക്കാൻ. വേപ്പർ ഡെൻസിറ്റി ആണ്. വേപ്പറിന്റെ ഡെൻസിറ്റിന്റെ നമുക്ക് ഇതറിയാം, റോ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യല്. പിന്നെ വേപ്പറിന്റെ ആയതുകൊണ്ട് റോ വി എന്നാക്കും. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വേപ്പർ എന്തായി? വേപ്പർ ഡെൻസിറ്റി ആയി കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്കാണ്. ഇതിനെപ്പറ്റി അധികം നമ്മൾ തല കൊണ്ടാക്കി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേപ്പർ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ് ഡെൻസിറ്റിന്റെ ചിഹ്നം. റോ ഓഫ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പറിന്റെ ഡെൻസിറ്റി ആയി. ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വേപ്പർ. വേപ്പർ ഡെൻസിറ്റിന്റെ പരിപാടി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ. എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ, അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ, മൊത്തത്തിലുള്ള എയറിന്റെ എൻതാൽപ്പി എന്തായിരിക്കുന്നു? നമ്മൾ നേരത്തെ പ്രഷറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ, മൊത്തത്തിലുള്ള മോയിസ്ചർ ആയിട്ടുള്ള എയറിന്റെ എൻതാൽപ്പി. അതായത് ബാരോമെട്രിക് പ്രഷറിനെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ ബാരോമെട്രിക് പ്രഷർ ഇസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രഷർ ഓഫ് ഡ്രൈ എയർ പ്ലസ് പ്രഷർ ഓഫ് വേപ്പർ. അതേപോലെ തന്നെ എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എച്ച് ഓഫ് എയർ, ഡ്രൈ എയർ എന്താ പ്ലസ് എന്തായിരിക്കും? എച്ച് ഓഫ് വേപ്പർ. സിമ്പിളാണ്. എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ ഇസ് ഈക്വൽ ടു മൊത്തത്തിലുള്ള എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിന്റെ എൻതാൽപ്പി പ്ലസ് വേപ്പറിന്റെ എൻതാൽപ്പി. ഈ രണ്ട് എൻതാൽപ്പിയും കൂടി കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ കിട്ടുക. അതിൻ്റെ അകത്ത് തന്നെ എൻതാൽപ്പി ഓഫ് ഇതിന്റെ കൂടെ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ആകെയുള്ള വ്യത്യാസം അതാണ്. കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക. എൻതാൽപ്പി ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് എയർ പ്ലസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻടു എൻതാൽപ്പി ഓഫ് വേപ്പർ. ഇതാണ് എൻതാൽപ്പി ഓഫ് മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ പ്ലസ് എന്താണ്
എൻതാൽപ്പി ഓഫ് വേപ്പർ എന്ന് മാത്രമേ നമ്മൾ ഡെഫിനിഷനിൽ പറയുള്ളൂ. പക്ഷെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് എൻതാൽപ്പി ഓഫ് എയർ പ്ലസ് ഒമേഗ ഇൻറ്റു എൻതാൽപ്പി ഓഫ് വേപ്പർ എന്ന് പറഞ്ഞിട്ട് വേണം ഇടാൻ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, ഇതോടെ കഴിഞ്ഞ്. ഇതാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുപ്പിയിൽ, നിങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക, കുപ്പിയിലോ ഗ്ലാസിൻ്റെ അകത്തുനിന്നോ എന്തിൻ്റെ അകത്തെങ്കിലും. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ കുറെ വാട്ടർ വേപ്പർ ഇതിന്റെ പുറത്ത് ഇങ്ങനെ പറ്റിക്കുന്ന കാണാം, വാട്ടർ മോളിക്യൂൾസ് അല്ലെ. അത് കാരണം എന്താന്ന്? നമ്മളെ അന്തരീക്ഷത്തിന്റെ അകത്തുള്ള വാട്ടർ വേപ്പർ മൊത്തം കണ്ടൻസ് ആകുന്ന, അല്ലെ അതിന്റെ ഡ്യൂ ഫോം ചെയ്യുന്ന. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ വേപ്പർ ഇൻ എയർ, എയറിന്റെ അകത്തുള്ള വാട്ടർ വേപ്പർ എന്താകുന്നു? സ്റ്റാർട്ട്സ് കണ്ടൻസിങ് ഇൻടു ലിക്വിഡ്. നമുക്കറിയാം അന്തരീക്ഷത്തിന്റെ അകത്ത് ഫുൾ വാട്ടർ വേപ്പർ ഉണ്ട്, വേപ്പർ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഏതോ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ അന്തരീക്ഷത്തിന്റെ അകത്തുള്ള വാട്ടർ വേപ്പറിനെ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഈ അന്തരീക്ഷത്തിനകത്തുള്ള ഫുൾ വാട്ടർ വേപ്പറിനെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി ലിക്വിഡ് ഫോമിലേക്ക് ആക്കാം, താഴത്ത് വെള്ളം പോലെ ആയി നിൽക്കും. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അത് ഡ്യൂ ഉണ്ടാക്കാൻ, ഡ്യൂ എന്ന് വെച്ചാൽ മഞ്ഞ് പിടിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ടെമ്പറേച്ചറിനെയാണ്. മഞ്ഞ് പിടിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? നമ്മുടെ വാട്ടർ വേപ്പർ, അന്തരീക്ഷത്തിൻ്റെ അകത്തുള്ള വാട്ടർ വേപ്പറിനെ മൊത്തം കണ്ടൻസ് ചെയ്യേണ്ടി വരും. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇതോടുകൂടി നമ്മളുടെ സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സംഭവം തീർന്നു. ഇനി നിങ്ങൾക്ക് ഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. നമ്മളെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും ഒക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ, ആ ഒരൊറ്റ ലൈനിൽ തന്നെയാണ് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അതെല്ലാം കോമ ഇട്ടിട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്ത ഞാൻ 20 ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനർത്ഥം അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുത്തെ സാച്ചുറേഷൻ ടെമ്പറേച്ചറും 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. മാത്രമല്ല വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ആ ഒരു പർട്ടിക്കുലർ സമയത്തുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്ര ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് വരിക. വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്, എന്നാലും നേരെ താഴത്തേക്ക് വരിക. ഈ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് തന്നെയല്ലേ കിട്ടിയ? അപ്പൊ ആ ഒരു ടൈമിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 20 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല, അത് ശരിക്കും തെറ്റാണ്. ഞാൻ വരച്ചതിന്റെ വളഞ്ഞും തിരിഞ്ഞും പോയതുകൊണ്ട് 20 ആയതുകൊണ്ട് 20-നെക്കാട്ടിയും കുറച്ച് കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. തൽക്കാലം ഈ 25ന്റെ അടുത്ത് ഞാൻ വരുന്നു. 25ന്റെ അടുത്ത് ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ, എന്നാ പിന്നെ സീനില്ല. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് തന്നെ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഒക്കെ ആ ഒരു പോയിന്റിൽ എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി വേറൊരു പോയിന്റ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഇത് സൂം ആക്കിയിട്ടും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. സൂം ആയി കഴിഞ്ഞാൽ വരക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഗ്രാഫ് ഉണ്ടാ ആരുടെയെങ്കിലും? അല്ല വേണ്ട, നമുക്കത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് മാറുന്നതൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പം വേറൊരു പോയിന്റ് എടുത്തു. ഈ മലേന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് എടുക്കുന്നതാണെങ്കിൽ മൊത്തം മാറും.
നേരത്തെ ഞാൻ ഈ ഒരു കർവ് തന്നെയുള്ള പോയിന്റ് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എല്ലാം സെയിം ആയിട്ട് കിട്ടിയത്. ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് എടുക്കുന്നെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്തു, ഒരു ഓറഞ്ച് കളർ പോയിന്റ് കാണാൻ നിങ്ങൾക്ക്. അവിടുത്തെ നമ്മളെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം 45% ആണ്. എനിക്ക് ഇവിടുന്ന് കാണാൻ, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കോളുക, കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് സൂം ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഫോണിൻ്റെ അകത്ത് സൂം ചെയ്താൽ കാണാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഹ്യൂമിഡിറ്റി റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 45°C ആണ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ കുത്തനെ താഴത്തേക്ക് വരിക. അപ്പം എനിക്ക് പറയാൻ പറ്റും 34°C ആണെന്ന് പറയാൻ പറ്റും. അതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നോക്കേണ്ടത്. നമ്മളെല്ലാവരും പോവാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക നേരെ ലെഫ്റ്റിലേക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും പോരുത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആ റെഡ് കളർ ലൈൻ. ആ റെഡ് കളർ ലൈനാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ. അപ്പം ആ റെഡ് കളർ ലൈനിൽ കൂടെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പം എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടും. ആ പോയിന്റിലെ ടെമ്പറേച്ചർ വരുന്നത് ഓൾമോസ്റ്റ് 24°C ആണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വരുന്നത്. ഒന്ന് സൂം ചെയ്ത് നോക്കുക, കാരണം അതിന്റെ തൊട്ടപ്പുറത്തുള്ള പോയിന്റ് ഞാൻ കാണുന്നത് 25-ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ മുന്നിലത്തെ പോയിന്റ് എന്ന് വെച്ചാൽ 24°C ആയിരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി. എന്താണ്, മലേന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും സെയിം ആയിരിക്കില്ല, മാറി മാറി വരും. വെറ്റ് ബൾബ് അളക്കാനുള്ള രീതിയാണ് ഈ റെഡ് കളർ പാരലൽ ലൈൻസ് നമുക്ക് തന്നിട്ടുള്ളത്. അതുവഴി വേണം നമ്മൾ റെഡ് കളറിലേക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നോക്കാൻ. ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനാണ്. ആ വരുന്നത് 45°C ആണ്. ഇനി അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് പോവുക. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന്റെ വാല്യൂ വരുന്നത് 0.014ഉം 0.016ന്റെയും ഇടയിലാണ്. 0.015 എത്തിയിട്ടുമില്ല. ഇപ്പോൾ 45 എന്ന് വേണേൽ കൊടുക്കാം. 0.0145ലാണ് അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വരുന്നതെന്ന് പറയാം. ഇനി ഇവിടുത്തെ എൻതാൽപ്പി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോയിക്കോളുക. ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ അതേ ലൈൻ തന്നെ പോയിട്ട് കുറച്ചുകൂടെ നീട്ടിക്കോളുക. കാരണം എൻതാൽപ്പിന്റെ സ്കെയിൽ കുറച്ച് മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഒരു സ്കെയിൽ പോലത്തെ സാധനം തന്നെ കാണാം. ഈ ഒരു പോയിന്റ് ആണ് എൻതാൽപ്പിന്റെ സ്കെയിൽ. അവിടുത്തെ വാല്യൂ എത്രയാണ്? 70, 71, 72 kJ/kg ആണ് അവിടുത്തെ എൻതാൽപ്പി. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. തൽക്കാലം വേറൊരു പോയിന്റ് എടുക്കുക. നമുക്കിത് ഫുൾ മായ്ച്ച് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കണം എന്തായാലും. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്ത് തരണം. ആ പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരുന്നത് 30°C പിന്നെ വെറ്റ് ബൾബിന് പകരം എൻതാൽപ്പി തന്നിട്ടുള്ളതായിരിക്കും. എൻതാൽപ്പി തരുന്നത് ഒരു 70 ആണെന്ന് വിചാരിക്കും. 70 kJ/kg. ഇങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലുള്ള ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാണിച്ചുതരാം. റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്ത് തരും. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ആണെന്നറിയാം. അപ്പം ഞാൻ 30ന്റെ പോയിന്റ് എടുത്തു. ഇവിടെയാണ് 30 ഉള്ളത്. സൂം ചെയ്തിട്ട് തന്നെ നോക്കണേ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ അടുക്ക 30 ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻതാൽപ്പി എനിക്ക് ആയിട്ടുണ്ട് 70 ആണ്. 70ന്റെ ലൈന് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം 70ന്റെ ഈ ഒരു ലൈന് ഇങ്ങോട്ടേക്കും 30ന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈനും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും എനിക്കിപ്പം തന്നിട്ടുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യനിൽ തന്ന പോയിന്റ്. അത് ആ പോയിന്റ് നമ്പർ 1 ആണെന്ന് വിചാരിക്കും. 1 എന്ന് പറഞ്ഞ പോയിന്റ് എനിക്ക് കിട്ടി.
എനിക്ക് ഏതെങ്കിലും 2 പാരാമീറ്റർ കിട്ടിയാൽ മതി, എനിക്ക് അതിൻ്റെ അകത്തുള്ള പോയിന്റ് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് തന്നിട്ടുള്ളത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30°C, എൻതാൽപ്പി 70 kJ/kg എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് 30ന്റെ അകത്തുനിന്നും 70ന്റെ അകത്തുനിന്നും ലൈൻ വരച്ചു. എനിക്ക് ആ പോയിന്റ് കിട്ടി, പോയിന്റ് നമ്പർ 1. ഇനി എന്നോടൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ എന്നോടൊക്കെ ചോദിക്കുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ എൻതാൽപ്പിന്റെ ലൈനെ കൂടെ തന്നെ വരിക, വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഇവിടെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉള്ളത്. അത്ര വരുന്നത് 20, 21, 22, 23, 24, 25, 24 കഴിച്ചാൽ 23 കഴിഞ്ഞിട്ട് എത്രയോ പോയിന്റാണ്. അപ്പം ഞാൻ തൽക്കാലം പറയുന്നത് 23.5°C ആണ് അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? പിന്നെ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് പോവാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ ലൈനിൽ ഞാൻ ടച്ച് ചെയ്യും. അവിടെയുള്ള 0.014ഉം 0.016ഉം ആണ്. ഇൻ ബിറ്റ്വീൻ എത്രയായിരിക്കും? 0.015ഉം അല്ല, അതിനെക്കാട്ടിയും കൂടുതലാണ്. 0.0155 ആണെന്ന് വിചാരിക്കും. 0.0155 ഞാൻ അവിടെ മാർക്ക് ചെയ്തു. റൈറ്റ് പോയാലാണ് എനിക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടുക. ഇനി ഇതുമല്ല, എനിക്ക് അറിയേണ്ടത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണോ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അറിയണമെങ്കിൽ വേറെ തന്നെ കളർ എടുക്കുന്നുണ്ട്, വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലുള്ള അങ്ങനെയുള്ള ഒരു സാധനത്തിൽ, ആ ഒരു സ്റ്റേറ്റിലുള്ള ഒരു എയറിനെ തണുപ്പിച്ച് കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നേരെ ലെഫ്റ്റ് വരിക. തന്നെ ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് വരുന്ന എത്രയാണ്? ഏകദേശം 20°C ആണ്. അപ്പോൾ 20°C ആണ് അതിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള എയറിനെ എനിക്ക് കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ വേപ്പർ ആക്കണമെങ്കിൽ ഞാൻ ആ റൂമിനെ എന്താക്കിയാൽ മതി, 20°C കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ വാട്ടർ വേപ്പർ ഒക്കെ കണ്ടൻസ് ആയി തുടങ്ങും എന്നർത്ഥം. ഓക്കെ, പ്രശ്നമുണ്ടാ ഇതുവരെ പറഞ്ഞതിൽ? വലിയ കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത ഇല്ല. തൽക്കാലം നമുക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മളെ ഇന്നത്തെ ടെമ്പറേച്ചറും ഇന്നത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പോയിന്റ് മാർക്ക് ചെയ്ത് തരാം. നമുക്ക് ഇന്നത്തെ ദിവസം കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എത്ര ടെമ്പറേച്ചർ വേണ്ടി വരും ഞാൻ ഇപ്പം പറഞ്ഞുതരാം. കാരണം എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ, നിങ്ങൾ എല്ലാവരുടെയും ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ടെമ്പറേച്ചറും കിട്ടും. ഇന്നത്തെ ദിവസത്തെ ടെമ്പറേച്ചർ എത്ര കിട്ടിയ എല്ലാവർക്കും ഫോണിൽ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കിയാൽ ഇന്നത്തെ എനിക്ക് ഇവിടെ കാണിക്കുന്നത് 29°C ആണ് എൻ്റെ ഇവിടെ കാണിക്കുന്നത് കോളേജിൽ. അപ്പൊ തൽക്കാലം അതന്നെ എടുക്കാം, 29 തന്നെ എടുത്തിട്ട് ചെയ്യാം. ഇന്നത്തെ അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്, വെറ്റ് ബൾബ് അല്ല. സാധാരണ ഇവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 29°C ആണ്. കാരണം നമ്മൾ ഓർഡിനറി തെർമോമീറ്റർ വെച്ച് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്ന് 29°C ആണ് എനിക്ക് കിട്ടുക. അതുകൊണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുള്ളത് 29°C ആണ് ഇന്നത്തെ. പിന്നെ എനിക്ക് ഹ്യൂമിഡിറ്റി കിട്ടും. ഹ്യൂമിഡിറ്റി 59% ആണ്. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജിൽ. RH ഇന്നത്തത് 59% ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എത്രയാണ് അവിടുത്തെ എൻതാൽപ്പി, ഇന്നത്തെ ഈ റൂമിൻ്റെ ഉള്ളിൽ എത്ര എൻതാൽപ്പി ഉണ്ട്, ഇന്നത്തെ ഈ റൂമിൻ്റെ ഉള്ളിൽ എത്ര സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, ഇന്നത്തെ ഈ റൂമിൻ്റെ ഉള്ളിലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്ര ആയിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ കളർ മാറ്റുന്നുണ്ട്, നമ്മൾ റെഡ് കളറിലേക്ക് നോക്കുക. ഓക്കെ, എനിക്ക് കിട്ടേണ്ട 2 പോയിന്റ് കിട്ടി. എനിക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇന്നത്തെ ഇവിടുത്തെ തെർമോമീറ്റർ വെച്ച് അളന്നാൽ കിട്ടുന്ന ടെമ്പറേച്ചറും എനിക്ക് കിട്ടി. ഇന്നത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എനിക്ക് ഫോണും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഈ 2 പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ബാക്കി എല്ലാ പ്രവചനം നടത്താൻ വേണ്ടി പോവാണ്. നോക്കാം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 29 എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ എക്സ് ആക്സിസിൽ പോവുക. 29 എന്ന് പറഞ്ഞാൽ ഏകദേശം 30ന്റെ തൊട്ട് മുമ്പിൽ അല്ലേ, അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു.
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 59%. 59% എന്ന് വെച്ചാൽ ഏകദേശം 60ന്റെ തൊട്ടടുത്ത്. അതായത് ഈ ഒരു ലൈനിലാണ് വരേണ്ടത്. ഇതാണ് 60ന്റെ ലൈൻ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരേണ്ടത്. 59 എന്ന് പറയുമ്പോൾ തൊട്ടടുത്തായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇതിനെ കുത്തനെ മുകളിലോട്ടേക്ക് പൊക്കുന്നതാണ്. ആ രണ്ട് ഇതും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എനിക്ക് ഇന്നത്തെ ദിവസത്തെ പോയിന്റ്. എൻ്റെ ഇതിങ്ങനെയും വരുന്നുണ്ട്. രണ്ടും കൂടി ഓൾമോസ്റ്റ് മുട്ടിയത് ഇവിടെയാണ്. ഏതാ ഇപ്പം കളർ ഉപയോഗിക്കുക? ഇത് ഈ വയലറ്റ് കളർ പോയിന്റ് ആണ് ഓൾമോസ്റ്റ്. എനിക്ക് ഈ ചിത്രം ഇതിൻ്റെ അകത്തായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വരക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുക. 60 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈനിൽ കൂടെ ഞാൻ വന്നിട്ടില്ല. കാരണം 59 തന്നിട്ടുള്ളത്. 59 എന്ന് വെച്ചാൽ അതിന്റെ തൊട്ടടുത്തൂടെ വരച്ചാൽ മതി. എനിക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റ് വരക്കുന്ന സമയത്ത് കിട്ടൂല ആ ലൈനിൽ കൂടെ തന്നെ. ഞാൻ പെണ്ണിനെ കൊണ്ടല്ലല്ലോ വരയ്ക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഡീവിയേഷൻസ് ഉണ്ടാവും. 29 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഞാൻ ഓൾമോസ്റ്റ് പക്കയായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. അത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ എനിക്ക് പോയിന്റ് കിട്ടി. ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന റൂമിന്റെ പ്രത്യേകത. ആ ഒരു പോയിന്റ്, വയലറ്റ് കളർ പോയിന്റ് ആണ് ഇന്ന് ഞാൻ ഇരിക്കുന്ന റൂമിൽ. അതായത് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഈ ഒരു ക്ലാസ് റൂമിന്റെ പ്രത്യേകത ഇതാണ്. ഇനി എനിക്ക് ഇവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഇനി അടുത്ത അറിയണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്, എനിക്ക് എന്താൽപ്പി അറിയണം. ഈ റൂമിൽ ഇപ്പൊ എത്ര എന്താൽപ്പി ഉള്ളത്. എന്താൽപ്പി അറിയണമെങ്കിൽ ഈ റെഡ് കളർ ലൈനിൽ കൂടെ വരിക. എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി എന്താൽപ്പിന്റെ. 70 ആയിട്ടില്ല, 70ന്റെ തൊട്ട് മുമ്പാണ്. അതായത് അവിടുത്തെ എന്താൽപ്പി എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി 69 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഈ റൂമിലുള്ള ഇപ്പോഴത്തെ എന്താൽപ്പി. ഇനി അവിടുത്തെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എനിക്ക് അളക്കണം നോക്കുക. അളക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് എന്താൽപ്പിക്ക് ഒരേ ലൈൻ തന്നെയാണ്. ആ ലൈനിൽ കൂടെ തന്നെ വരിക. പക്ഷെ വെറ്റ് ബൾബ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതി. ഈ ഒരു പോയിന്റിൽ നമ്മൾ വന്നിട്ട് നിൽക്കുക. അതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അത് എത്രയുള്ള 20, 21, 22, 23, 23 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു റൂമിലുള്ള ഇപ്പോഴത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആയിരിക്കും എന്തായാലും 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഇവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടണമെന്നായിരിക്കും ഈ റൂമിലുള്ള. അപ്പം ഞാൻ നേരെ റൈറ്റിലേക്ക് പോവാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റിലുള്ള ഏകദേശം വാല്യൂ എന്ന് വെച്ചാൽ 0.015 എത്ര കൊടുക്കുക? 158 ഒക്കെ കൊടുക്കുക. കാരണം 0.016ന്റെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ 0.0158 കൊടുത്തു. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എനിക്ക് കിട്ടി. ഇനി ഈ ഒരു പോയിന്റിലുള്ള ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, അതായത് ഈ റൂമിലുള്ള വാട്ടർ വേപ്പർ അഥവാ ഈ റൂമിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആ ഉള്ള വാട്ടർ വേപ്പർ എനിക്ക് കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റ് നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് വരിക. നേരെ ലെഫ്റ്റിൽ വന്നിട്ട് ഈ ചെരിവുള്ള മലേനെടുക്കാൻ നിർത്തുക. അപ്പം എനിക്ക് കിട്ടും ഓൾമോസ്റ്റ് 19 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഈ ഒരു റൂമിനെ 19 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഉള്ളിലത്തെ വാട്ടർ വേപ്പർ മൊത്തം ഇപ്പം കണ്ടൻസ് ആയിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, 19 ഡിഗ്രി സെൽഷ്യസ് മതി എനിക്ക്. 19 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഈ റൂമിൽ ഒരു AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ റൂമിലുള്ള വാട്ടർ വേപ്പറിനൊക്കെ ഒഴിവായിട്ട് കിട്ടും. ലോജിക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട രീതിയാണിത്. ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ പോയിന്റും ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അതേസമയം തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് വോളിയത്തിന്റെ ലൈനാണ് നിങ്ങൾക്ക് ഒരു വയലറ്റ് കളറിൽ ഗ്രാഫ് തന്നെ കാണാൻ പറ്റും. ഇതാണ് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന്. ഇങ്ങനെ പോകുന്നത്. ഞാൻ ഇത്രയും സമയമായിട്ട് പറയാത്തൊരു സാധനം. സ്പെസിഫിക് വോളിയത്തിന്റെ ലൈനാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.088 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമിന്റെ തൊട്ടടുത്താണ്. അതിന്റെ ഇടയിൽ വരുന്ന വെച്ചാൽ 0.86ഉം 0.88ഉം ആണ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓൾമോസ്റ്റ് എവിടെ വരും? അതിന്റെ ഭാഗം എന്ന് പറയുന്നത് 0.087
9 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. 0.879 ആ റേഞ്ചിൽ എവിടെയോ ഉള്ളു ആ ഒരു പോയിന്റ് വരുന്നത്. സ്പെസിഫിക് വോളിയം നമുക്ക് ഇപ്പോഴേ അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കാം. സ്പെസിഫിക് വോളിയത്തിനെ പറ്റി നമ്മളിപ്പം ബോധർ ചെയ്യേണ്ട, നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഒരു ഗ്രാഫിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും, ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. സ്പെസിഫിക് വോളിയത്തിന് തൽക്കാലം വിട്ടെ, ബാക്കിയെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും, WBT അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും, എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണുക, എന്നിട്ട് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. കാരണം ഇതാണ് ഇനി നമ്മളെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. ഇതറിയെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാ അതിന് നിങ്ങളുടെ ഞാൻ ഗ്രാഫിനെ ഒഴിവാക്കിയല്ലേ, നമുക്ക് ഇതിനോടാ നെക്സ്റ്റ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇല്ലാണ്ട് ആ സംഭവത്തിലേക്ക് വരയ്ക്കുന്ന പരിപാടി കാണിച്ചത്. നമ്മൾ ആൻസർ ഷീറ്റിൽ വരക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാഫ് ഉണ്ടാവില്ല, പക്ഷെ ആൻസർ ഷീറ്റിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് നമ്മളത് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് ഏകദേശം വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. എല്ലാവരും ഇപ്പം കണ്ട് ബോധ്യമായിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് വരുന്നത്. നോക്കിക്കോ, ഷേപ്പ് നോക്കിക്കോ. സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഷേപ്പ് വരുന്നത് എങ്ങനെയാണ്? ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് റൈറ്റ് സൈഡിലുണ്ട്, പിന്നെ ഒരു ചെറിയ കട്ടിങ് മുകളും താഴത്തേക്ക്, അതേപോലെ താഴത്തുനിന്ന് മുകളിലോട്ടേക്ക്, പിന്നെ ഒരു കർവാണ് ഇതിന് ജോയിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഏതാണ്ട് ഒരു രൂപരേഖ. അതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്, ഈ ഒരു പോയിന്റ് വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് താഴത്തെ ഭാഗം എന്ന് വെച്ചാൽ, താഴത്തെ ഭാഗം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. താഴത്തെ ഭാഗം DBT. റൈറ്റ് സൈഡിൽ വരുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഈ കർവിൽ വരുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ WBT, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ DBT അല്ലെങ്കിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് ഈ ചെരുവിൽ വരുന്നത്. പിന്നെ എൻതാൽപ്പി വരുന്നത് എവിടെയാ? എൻതാൽപ്പി ഇങ്ങനെ ഒരു ഗ്രാഫാണ്, ഇങ്ങനെ ഒരു സ്കെയിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ട്. ഇതാണ് നമ്മളെ എൻതാൽപ്പി. അപ്പൊ ആൻസർ ഷീറ്റിൽ നമ്മൾ ഇത് വരക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എനിക്ക് തന്നിട്ടുണ്ടായത് എൻ്റെ ഇപ്പോഴത്തെ റൂമിലെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസും ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് 59%ആണ്. ഇതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം ഗ്രീൻ കളർ എടുക്കാം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 29 ഡിഗ്രി സെൽഷ്യസ് ഇവിടെയായിരിക്കും. 29 ഡിഗ്രി സെൽഷ്യസ് അവിടെ നിന്ന് കുത്തനെ മുകളിലോട്ടേക്ക് വരിക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈന് പോകുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഇതാണ് 59%ന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എനിക്ക് കിട്ടി, അതാണ് ഈ ഒരു പോയിന്റ്. ഇനി ഇവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അവിടെ നിന്ന് കിട്ടും. ഇവിടുത്തെ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകണം, നേരെ ഈ എൻതാൽപ്പിന്റെ സ്കെയിൽ വരെ പോയിട്ട് മുട്ടുക. റെഡ് കളർ ലൈനിൽ കൂടെ ആയിരുന്നു പോകേണ്ടത്. അത് നേരെ എൻതാൽപ്പിന്റെ സ്കെയിൽ പോയിട്ട് മുട്ടിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടുത്തെ WBT വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എനിക്ക് അറിയണമെങ്കിൽ ഇതേ ലൈനിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. പക്ഷെ എവിടം വരെ എത്തിയാൽ മതി?
ഈ കർവ് വരെ എത്തിയാൽ മതി. ഈ കർവിൻ്റെ അകത്താണ് എനിക്ക് WBT കിട്ടുക. നേരെ മറിച്ച് എനിക്ക് ഇവിടുത്തെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ പോയിന്റ് നേരെ ലെഫ്റ്റിലേക്ക് വരിക. ഈ ഒരു പോയിന്റാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഈ കറസ്പോണ്ടിങ് എല്ലാ വാല്യൂസും എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ഷീറ്റിൽ പ്രസന്റ് ചെയ്യേണ്ടത്. കാരണം ആൻസർ ഷീറ്റിൽ നമ്മൾ വെറുതെ ആൻസർ എഴുതി വെക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ഓരോ പോയിന്റും എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ഡ്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ ഇടത്തോട്ടേക്ക് വന്നിട്ടാണ് കിട്ടിയത്. എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ചെരിവുള്ള ലൈനിൽ കൂടിയാണ് നേരെ മുകളിലോട്ടേക്ക് പോയത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ചെരിവുള്ള ലൈനിൽ കൂടെ തന്നെ ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഇവിടം വരെ എത്തിയാൽ മതി. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് എന്ത് കിട്ടും, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടണമെങ്കിൽ ഞാൻ നേരെ റൈറ്റിലേക്ക് പോകണം. ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഇനി സ്പെസിഫിക് വോളിയം ആണ്. സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന് വരുന്നത് ഇങ്ങനെയാണ്. അത് 0.0 സംതിങ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഈ ചാർട്ടിൻ്റെ അകത്തുള്ള ഇത്രയും പോയിന്റ്സ് എനിക്ക് ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. എനിക്ക് മാത്രമല്ല നിങ്ങളെ കൊണ്ടും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം ഇത് അറിയെങ്കിൽ മാത്രമേ നമ്മളിനി അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇതായിരുന്നു നമ്മളെ പർട്ടിക്കുലർ ഇന്നത്തെ ദിവസത്തെ പോയിന്റ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓരോന്നും കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ചാർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയൊക്കെ തോന്നും, പക്ഷെ പേടിക്കാനൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ആരും അതിന് വേണ്ടിയിട്ട് മൂഡ് ഓഫ് ഒന്നും ആവണ്ട. ഇത്രയാണ് വേറൊരു എക്സാമ്പിളും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. സൈക്കോമെട്രിക് ചാർട്ട് വരക്കൽ ഇങ്ങനെയാണ്. എക്സ് ആക്സ് വൈ ആക്സ് വരക്കുക. ഇവിടുന്ന് കുറച്ച് മുകളിലോട്ടേക്ക് കൊടുക്കുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ചെരിഞ്ഞിട്ട് വരക്കുക. കഴിഞ്ഞു. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്താണ് ഡ്യൂ പോയിന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT. റൈറ്റ് സൈഡിലുള്ളതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഈ കർവിലുള്ളതാണ് WBTയും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും ഒക്കെ ഈ ചെരുവിലാണ് ഉള്ളത്. എൻതാൽപ്പി വരുന്നത് ഒരു സ്കെയിലാണ്. അത് മുകളിലൊരു സ്കെയിൽ മാത്രം മാർക്ക് ചെയ്തിട്ട് എൻതാൽപ്പി എന്ന് പറയാ. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 30 ഡിഗ്രി സെൽഷ്യസും 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നേരെ എക്സ് ആക്സിൽ പോവാ. 30 ഡിഗ്രി സെൽഷ്യസ് ഏതാണ്ട് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഉത്തരം മുകളിലോട്ടേക്ക് വരക്കുക. 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. അതും കൂടി മാർക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ പോയിന്റ്. ഇവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരെ റൈറ്റിലേക്ക് പോവാം. കാരണം റൈറ്റ് സൈഡിലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉള്ളത്. എൻതാൽപ്പി കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോവാ. കാരണം എൻതാൽപ്പിന്റെ സ്കെയിൽ വരുന്നത് ഇങ്ങനെയാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോവാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എവിടം വരെ പോയാൽ മതി, ഇവിടം വരെ എത്തിയാൽ മതി, കർവിന്റെ എടുക്കാൻ വരെ. അതുമല്ല എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണ്, അതിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ നേരെ ലെഫ്റ്റിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടുത്തെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനാണ് സ്പെസിഫിക് വോളിയത്തിൻ്റെത്. ആ വോളിയത്തിൽ എത്രയാണെന്ന് അവിടുത്തെ വാല്യൂ നോക്കുക. വേറെ ഒന്നുമില്ലല്ലോ. സ്പെസിഫിക് വോളിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് നമ്മളെ സൈക്രോമെട്രിക് ചാർട്ട്. കളയരുത് മാർക്ക്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ചിത്രം വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക കൊണ്ടു. അപ്പൊ നമുക്ക് നമ്മളെ അറ്റൻഡൻസിലേക്ക് പോകാം. കഴിഞ്ഞു.
അഭിരാം ഉണ്ട്, അഭിനേഷ്, ആദർശ് KK, അക്ഷയ് KM, ആൽബിൻ തോമസ് ഇല്ല. ആൽബിൻ തോമസ് ഇല്ല. അമൽ KP ഉണ്ട്, അമൽ K സന്തോഷ് ഉണ്ട്, അനന്തു P, അനുരാഗ് C, അനുരാഗ് ഇല്ല. അനുരാഗില്ല. ആശ്രയ് കുമാർ ഉണ്ട്, അശ്വിനി ഉണ്ട്, ഭഗത് വിജയൻ, ഫസിയുദ്ദീൻ, ജിജോരാജ് ഇല്ല. ജിതിൻ സി ഇല്ല. കാർത്തികേയൻ ഉണ്ട്, മൃദുലമ്മ് ഓക്കെ. രാഹുൽ P ആബ്സെന്റ്. രാഹുൽ P. സൂരജമ്മിനെയും കാണാനില്ല. സൂരജമ്മ്, സൗരവാർ നമ്പ്യാർ ഒക്കെ. ശ്രീരാഗ് സന്തോഷ് ഇല്ല. വൈശാഖ് P വരെ പോയാ. വൈശാഖ് P ആബ്സെന്റ്. വൈശാഖ് P, വൈഷ്ണവ് CK, വൈഷ്ണവ് PK, വസീം, ദിനുലാൽ, ജിഷ്ണു K, ജിഷ്ണു മോഹൻ, നിഖിൽ ഗോപാൽ, റോഷിത് PK, തേജസ്, വിഷ്ണു AP, പിന്നെ അഭിനവ് ജയൻ, ആകാശ് പ്രകാശ് ഇല്ല. സച്ചിൻ സുഷാർ. എന്നാ പിന്നെ നോക്കണം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.